ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓരോ ക്രിസ്ത്യാനിയും അനുദിനം നിർവഹിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കടമകളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗം വായിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5:11 വാക്യം. നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം ആത്മീക വർധന വരുത്തുക എന്നതാണ് ഈ രണ്ട് കടമകൾ. ഇത് അപ്പോസ്തലന്റെ ഒരു ഉപദേശം മാത്രമല്ല, ക്രിസ്തീയ നിയോഗങ്ങളുടെ ഹൃദയമിടിപ്പാണ്. നമ്മുടെ ഭവനങ്ങൾ സ്നേഹബന്ധത്തിലും സഭ ദൈവിക കൂട്ടായ്മയിലും നിലനിൽക്കുവാൻ സഹായകമായ രണ്ട് പ്രധാനപ്പെട്ട കടമകളാണ് ഇത്. ഈ രണ്ട് കടമകളുടെ വിസ്മയ സാധ്യതകളെപ്പറ്റി നമുക്ക് അല്പസമയം ചിന്തിക്കാം. പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ള കടമയാണ് ഒന്നാമത്തേത്. പ്രോത്സാഹനം ഒരു നിസ്സാര ശുശ്രൂഷയല്ല. അത് നമ്മുടെ അധരങ്ങളിലൂടെ സംസാരിക്കുന്ന സ്വർഗത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ഹൃദയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം അദൃശ്യ പോരാട്ടങ്ങളിലും കഷ്ടപ്പാടിലും നിരാശയിലും ജീവിത പ്രതിസന്ധികളിലുമൊക്കെയാണ്. നിരാശയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന അവരുടെ മനസ്സിനെ പിടിച്ചുയർത്താൻ നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഒരു വാക്കിന് പലപ്പോഴും കഴിഞ്ഞേക്കാം. നമ്മൾ പറയുന്ന പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്ക് അനേകരുടെ നിരാശയെ പ്രത്യാശയാക്കാനും പിന്മാറ്റത്തെ മുന്നേറ്റമാക്കാനുമൊക്കെ സഹായിച്ചേക്കാം. ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിട്ടുള്ള സംസാരശക്തി ഒരിക്കലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനും തകർക്കുവാനുമുള്ളതല്ല. അവരെ സ്നേഹപ്രചോദനം നൽകി പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്തുവാനുള്ളതാണ്. യെശയ്യാപ്രവചനം 35:3-4. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം നീതി നടത്തുവാൻ വരുന്നു. പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. പ്രോത്സാഹനം വാസ്തവത്തിൽ മുഖസ്തുതിയല്ല, അത് ആത്മപ്രചോദനത്തിൻ്റെ പ്രാണവായുവാണ്. ഒരു മിഷണറി ഒരിക്കൽ നിരാശയിലായിരുന്ന ഒരു വിശ്വാസിക്ക് ആശ്വാസവചനങ്ങളുടെ ഒരു കത്തെഴുതി. വർഷങ്ങൾക്ക് ശേഷം ആ വിശ്വാസി പറഞ്ഞു, ഞാൻ ആ കത്ത് ഒരു 100 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. അത് പ്രതികൂലതകളെ അതിജീവിക്കാൻ വലിയ ആത്മീയ ശക്തിയാണ് എനിക്ക് പകർന്നു തന്നത്. ജീവിത പ്രതിസന്ധികളുടെ സംഘർഷത്തിലായവർക്ക് നമ്മൾ നൽകുന്ന സാന്ത്വന വാക്കുകൾ തീർച്ചയായും സൗഖ്യദായകമാണ്. അത് ആത്മാവിലെ സ്നേഹമുദ്രകളായി എന്നെന്നും നിലനിൽക്കും. ദൈവത്തിൻ്റെ സ്മരണയുടെ പുസ്തകത്തിൽ
അത് അടിവരയിട്ട് എഴുതി സൂക്ഷിക്കും. രണ്ടാമത്, ആത്മീയമായി ശക്തിപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കടമ. ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വാസ്തവത്തിൽ സിമ്പതിയല്ല, എമ്പതിയാണ് ആവശ്യം. മറ്റുള്ളവരുടെ വേദന ഹൃദയത്തിൽ വഹിച്ച് അവരുമായി താതാത്മ്യപ്പെടുന്നതാണ് എമ്പതി. അടുത്ത നിമിഷം ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. എന്നിട്ടും കല്ലറയ്ക്ക് ചുറ്റും നിന്നവർ കരഞ്ഞപ്പോൾ കർത്താവ് കരഞ്ഞു. അതാണ് എമ്പതി. വഴിയിൽ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് നിസ്സഹായനായി കിടന്ന വഴിയാത്രക്കാരൻ്റെ അരികിലൂടെ ഒരുപക്ഷെ സഹതാപ പ്രകടനങ്ങളോടെ ആയിരിക്കാം പുരോഹിതനും ലേവ്യനും കടന്നുപോയത്. എന്നാൽ ശമര്യക്കാരൻ ഉള്ളവും ഉള്ളതും പങ്കിടുവാൻ തയ്യാറായി. അവനെ സത്രത്തിൽ എത്തിച്ചു. പലവിധത്തിലുള്ള ജീവിത സഹനങ്ങളിലായിരിക്കുന്നവരോട് തിരുവചനത്തിൽ നിന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന ഉൾക്കാഴ്ചകൾ തളർന്നു പോകാതെ ദൈവാശ്രയബോധത്തോടെ മുന്നോട്ട് പോകാൻ നമുക്കും അവർക്കുമൊക്കെ സഹായകമാകും. ഹൃദയം നുറുങ്ങിയവരെ വീണ്ടും മുറിവേൽപ്പിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകത്ത് ആത്മീയമായും വൈകാരികമായും ധാർമ്മികമായും ശക്തിപ്പെടുത്തുന്ന പുണ്യ മനസ്സുള്ളവരുടെ സാന്നിധ്യം വലിയ ആശ്വാസമാണ്. യോബിൻ്റെ ദുരന്തങ്ങളിൽ കടന്നുവന്ന സുഹൃത്തുക്കൾ അവനെ കുറ്റപ്പെടുത്തുന്നവരും മുറിവേൽപ്പിക്കുന്നവരുമായിരുന്നു. അത് ദുരന്തങ്ങളിൽ തകർന്നുപോയ ഇയ്യോബിൻ്റെ ഹൃദയത്തിന്മേൽ ഏൽപ്പിച്ചത് കനത്ത പ്രഹരങ്ങളായിരുന്നു. ആത്മീയമായി ശക്തിപ്പെടുത്തൽ ദൈവബന്ധം ബലപ്പെടുത്തുവാനും പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകളിൽ ഉറച്ചു നിൽക്കാനുമൊക്കെ അനേകർക്ക് സഹായകമാകും. ഇത് വചനശുശ്രൂഷകരുടെയും ഇടയന്മാരുടെയും മാത്രം ഉത്തരവാദിത്വമല്ല. എല്ലാ വിശ്വാസികളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗമാണ്. കുരിശു ചുമന്ന് നടന്ന ക്രിസ്തുവിനെ ചാട്ടവാറുകൊണ്ടടിച്ച റോമ പടയാളികളും ദുഷിയും പരിഹാസവുമായി ഒപ്പം നടന്ന ശാസ്ത്രി പരീശ പുരോഹിത പ്രമാണികളും ലക്ഷണമൊത്ത സാഡിസ്റ്റുകളായിരുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്നവർ. എന്നാൽ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിറകെ നടന്ന ഒരു കൂട്ടം എബ്രായ സ്ത്രീകൾ വലിയ സാന്ത്വനവും സമാധാനവും ആശ്വാസവുമായിരുന്നു. തളർന്നവരെ എംപവർ ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലൻ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിക്കുവാൻ തിരുവചനം വായിക്കുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്. എഫേസ്യർ 4:29-30. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിവസത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എവിടെയൊക്കെയാണ് ആരെയൊക്കെയാണ് ആത്മീയമായി ശക്തിപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. ദാമ്പത്യബന്ധത്തിൽ ആത്മീയമായ ശക്തിപ്പെടുത്തൽ പരമപ്രധാനമാണ്. വിമർശനം, പരിഹാസം, പിണക്കം, വൈകാരിക അകൽച്ച തുടങ്ങിയ
നിഷേധാത്മകമായ സമീപനങ്ങൾ ദാമ്പത്യ സൗഹൃദത്തിൽ പ്രതിസന്ധികളുണ്ടാക്കും. അതൊക്കെ ക്രിസ്തീയ ദാമ്പത്യ ബന്ധത്തിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമാണ്. മുറിവേൽപ്പിക്കുന്ന പരുഷമായ വാക്കുകൾ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പരിപോഷിപ്പിക്കേണ്ടവരാണ്, ആത്മീയമായി ശക്തിപ്പെടുത്തേണ്ടവരുമാണ്. സൗമ്യമായ വാക്കുകൾ ബന്ധങ്ങളിൽ ഊഷ്മളതയും സൗഹൃദവും നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ശലോമോന്റെ ഉപദേശം. സദൃശവാക്യങ്ങൾ 15:4. സൗമ്യമായ വാക്ക് ജീവന്റെ വൃക്ഷമാണ്. വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ദാമ്പത്യ പങ്കാളികൾ ആർദ്രതയും പ്രോത്സാഹനവും നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കുമ്പോൾ കുടുംബത്തിൽ വൈകാരിക സന്തുലിതാവസ്ഥ നിലനിൽക്കും. പേരന്റിങ്ങിൽ ആത്മീയ ശക്തിപ്പെടുത്തൽ പ്രധാനമാണെന്നതാണ് രണ്ടാമത്തെ കാര്യം. മാതാപിതാക്കൾ കുട്ടികളിലേക്ക് തിരുവചനവും ദൈവ ചൈതന്യവും സ്നേഹവും പകരുമ്പോൾ കുട്ടികൾ ശക്തരാകും. പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കുട്ടികൾ ആത്മവിശ്വാസമുള്ളവരായി വളരും. നിരന്തരം വിമർശിക്കപ്പെടുന്ന കുട്ടികൾ വികല വ്യക്തിത്വങ്ങളായി വളരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം പൗലോസ് അപ്പോസ്തലൻ മാതാപിതാക്കൾക്ക് നൽകുന്നത്. കൊലോസ്യർ 3:21. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികൾ നിരുത്സാഹപ്പെടാതിരിക്കാൻ അവരെ പ്രകോപിപ്പിക്കരുത്. കുട്ടികളെ തിരുവചനം അഭ്യസിപ്പിക്കുന്നതും സ്നേഹപൂർവം തിരുത്തുന്നതുമൊക്കെ ബാലനും ബാലികയും നടക്കേണ്ട ജീവന്റെ വഴി പരിശീലിപ്പിക്കലാണ്. ഇടയത്വ ശുശ്രൂഷയിലെ പ്രധാന ദൗത്യം ആത്മീയ ശക്തിപ്പെടുത്തലാണ്. ആട്ടിൻകൂട്ടത്തെ ഭാരപ്പെടുത്താനല്ല, പരിപോഷിപ്പിക്കുവാനാണ് ഇടയന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇടയന്മാർ, സുവിശേഷകർ, ആത്മീയ നേതൃത്വം തുടങ്ങിയവർ വിശ്വാസികളെ ദൈവബന്ധത്തിലും പ്രത്യാശയിലും ബലപ്പെടുത്തുവാൻ പരിശ്രമിക്കേണ്ടവരാണ്. ഇടയൻ വിശ്വാസികളെ ക്രിസ്തുവിലും അവന്റെ വചനത്തിലും ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആത്മചൈതന്യമുള്ള ആട്ടിൻകൂട്ടത്തെ വളർത്തിയെടുക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ പിൻഗാമികൾക്ക് നൽകിയ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:32. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഈ വചനം കൊണ്ടാണ് ഇടയന്മാരും സുവിശേഷകരും വിശ്വാസികളെ ആത്മീയമായി ശക്തിപ്പെടുത്തേണ്ടത്. അനന്ത കൃപയുടെ പെരും നദിയായ ദൈവത്തിൽ നിന്ന് നമ്മൾ അനുദിനം സ്വീകരിക്കുന്ന പ്രോത്സാഹനവും ചൈതന്യവും അനന്തമാണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കടമയുണ്ട്. പ്രോത്സാഹനവും ആത്മീക വർധനയും ചെറിയ കടമകളല്ല. അവ ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. നമ്മൾ ഒരാൾക്ക് നൽകുന്ന പ്രോത്സാഹനം അയാളിലെ പ്രത്യാശയെ ബലപ്പെടുത്തും.
ആത്മാവിനെ ദൈവീക പ്രത്യാശയിൽ ഉണർത്തും. ആത്മീക വർധനവിനു വേണ്ടി മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന ഉപദേശം അവരുടെ അതിജീവന ശക്തി വർദ്ധിപ്പിക്കും. അവരുടെ സ്വഭാവത്തെ ക്രിസ്തുവിന് അനുരൂപമാക്കും. പിറുപിറുപ്പ്, ഗോസിപ്പ്, വിമർശനം, അപമാനം, പരിഹാസം തുടങ്ങിയ ടോക്സിക് സംസാരശൈലി കുടുംബത്തിലെയും സഭയിലെയും സമൂഹത്തിലെയും സ്നേഹബന്ധങ്ങളിൽ വലിയ ഇടർച്ചയും മുറിവുമൊക്കെ ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവാലയങ്ങളായ സമസൃഷ്ടങ്ങളെ പരിഹസിക്കുന്നതും ബോഡി ഷെയിം നടത്തുന്നതുമൊക്കെ ദൈവം മുമ്പാകെ സീരിയസ് ഒഫൻസസ് ആണ്. കണക്ക് ബോധിപ്പിക്കേണ്ട അപരാധങ്ങളാണ്. സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾ അനേകരുടെ ഹൃദയങ്ങളെയാണ് തകർക്കുകയും അപമാനപ്പെടുത്തുകയും ചെയ്യുന്നത്. അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നവരും അവർക്ക് പ്രോത്സാഹനം നൽകുന്നവരും പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ നീതിയുള്ള ന്യായാധിപന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. നാം വിധിക്കുന്ന വിധിയാൽ നമ്മൾ വിധിക്കപ്പെടും. നാം അളക്കുന്ന അളവിനാൽ നമ്മളും അളക്കപ്പെടും. തണുപ്പിക്കുന്നവർക്ക് തണുപ്പ് ലഭിക്കും. കുടുംബത്തിലും ദാമ്പത്യത്തിലും സഭയിലും സാമൂഹ്യ ജീവിതത്തിലും ദൈവമേൽപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനമായ 2 കടമകളിലേക്ക് ഈ തിരുപ്പിറവി പെരുന്നാളിലേക്കുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ചുവടുവയ്ക്കാം. പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. പരസ്പരം ആത്മീക വർധന വരുത്താം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും അതിനുള്ള കൃപയും മനോവിനയവും നൽകി അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.